ഇനി ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മൾ ഈ മാലും മൊഴുതും റാത്തീബും കുത്തുബേത്തും ഹദ്ദാദും ഈ കണ്ട പാട്ടും ബേത്തൊക്കെ ചൊല്ലിയിട്ട് ഇതിനൊക്കെ നമ്മൾ കൂലി കിട്ടുന്നു സങ്കല്പിക്കുക. വെറുതെ ഇതൊക്കെ ദീനാണെന്നും ഇതിനൊക്കെ കൂലി ഉണ്ടെന്നും സങ്കല്പിക്കാം. വെറുതെ സങ്കല്പിച്ചോക്കാം. ഇന്നെന്താ ഉണ്ടാകാൻ പോണത്? പരലോകത്തെത്തി നന്മയും തിന്മയും രേഖപ്പെടുത്തിയ രേഖ നമുക്ക് തന്നപ്പോ നമ്മുടെ നന്മയുടെ രേഖയിൽ കുറെ നന്മ എന്താ, ഒരു 12,000 കുത്തുബിയത്തുണ്ട്, ഒരു 15,000 നാരിയാസുലാത്തുണ്ട്, ലക്ഷക്കണക്കിന് അങ്ങനത്തെ കുറെ പിൽക്കാലത്ത് ഉണ്ടായി വന്ന കുറെ സാധനങ്ങളുണ്ട്. അതേപോലെ മുഹിദ്ദീൻ മാല, റിഫാഴി മാല, റാത്തീബ്, സറഫ് അനാമ്, മങ്കൂസ്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നന്മയുടെ തട്ടിൽ നമുക്ക് ഉണ്ട് സങ്കല്പിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഊക്കൊണ്ട് നമുക്കിങ്ങനെ നന്മയേറാം. തിന്മ കുറച്ചുണ്ടെങ്കിലും ഇതിനൊക്കെ വമ്പോണ്ട് ആ തിന്മയെ മറികടക്കാൻ മാത്രം ഈ നന്മ ഉണ്ടായി എന്ന് വിചാരിക്കാം. എങ്കിൽ ഉമർ ഖത്താബൊക്കെ എന്താ ചെയ്യാം? ഉമർ ഖത്താബിനെ 7 നന്മന്റെ തുലാസ് നോക്കുമ്പോൾ അവിടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, സ്വലാത്ത്, സ്വദഖ അതൊക്കെ ഇങ്ങനെ കാണും. ഒറ്റ കുത്തുബൈത്ത് ഉമർ ഖത്താബിന് 7 ഉണ്ടാവില്ല. ഉമർ ഖത്താബിന് ഉസ്മാൻ അഫ്ഫാനിൽ നിന്നും നന്മയുടെ തുലാസിൽ ഒറ്റ കുത്തുബിയത്തില്ല, ഒരു മൊഹിദ്ദീമാലില്ല, ഒരു ഇഫാഴിമാലല്ല, ഒരു നാഡിയ സ്വലാത്തില്ല, ഒരു സറഫ് അനാമില്ല, ഒരു മങ്കൂസില്ല, ഒരു ഹദ്ദാദില്ല. മറ്റൊരു തുലാസിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഉമർ ഖത്താബൊക്കെ റസൂൽ ചോദിക്കും, എന്താ നബിയെ ഓന്റെ തുലാസിൽ മാത്രം വേറെ കുറെ സാധനം കാണുന്നു, നമ്മളെത്തൊന്നുമില്ലല്ലോ. അത് കുത്തുബൈത്തല്ലേ? കുത്തുബൈത്ത് എന്താ പരിപാടി? അത് ഞാൻ പിന്നെ നിങ്ങളൊക്കെ പോയി ഞാൻ പിന്നെ കിനാവിൽ പോയിട്ട് ഒരിക്കൽ വേറെ കുറച്ച് കൊടുത്തതുണ്ട്, അതാണ്. ഇതാണ് പരിപാടിയിലെ ഞങ്ങളോട് ദീനൊക്കെ പൂർത്തിയാക്കിയത് വന്ന് പറ്റിച്ചാണ് പോയിട്ട് പിന്നെ കിനാവ് പോയിട്ട് ഒരിക്കൽ വേറെ കൊടുത്തേക്ക. വിടൂലാറിയില്ലേ? നിങ്ങളെ വിടൂലെന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ ഏർപ്പാടുണ്ടാവോ? സഹാബയുടെ താപികൾ, താപികൾ, ഷാഫി ഇമാം, ഹനഫി ഇമാം അടക്കമുള്ള ഓലാരെ 7ലും ഒരു കുത്തുബിയത്തുണ്ടാവില്ല, ഉറപ്പാ. കാരണം എന്താ? കുത്തുബിയത്ത് തമിഴ്നാട്ടിലുണ്ടായ 300 കൊല്ലം മുമ്പ്, 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലുണ്ടായ സാധന കുത്തുബിയത്ത്. അപ്പൊ ഏറി വന്നാൽ ഇക്കഴിഞ്ഞ 300 കൊല്ലം കേരളത്തിലും തമിഴ്നാട്ടിലും ജീവിച്ച മനുഷ്യന്മാരെ 7 മാത്രമേ കുത്തുബിയത്ത് ഉണ്ടാവുള്ളൂ. മൊഹീദ്ദീന്മാരെ കോഴിക്കോട്ട് നിന്നുണ്ടായില്ല. കേരളത്തിന് പുറത്തു പോയാൽ മൊഹീദ്ദീന്മാരെ അറിയുന്നില്ല. എന്ത് മൊഹീദ്ദീന്മാരെ? ലോകത്ത് വേറെ എവിടെ ഇല്ല. കേരളത്തിന് പുറത്തേക്ക് പോയാൽ മലയാളി അല്ലാത്തൊരു മനുഷ്യന് എന്ത് മൊഹീദ്ദീന്മാല, എന്ത് റിഫാഴിമാല ഒന്നും പരിചയമില്ല. എന്നിട്ട് അതൊക്കെ നമ്മുടെ നന്മയുടെ തുലാസിൽ വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ വളരെ കൂലിയും വാങ്ങിയിട്ട് നമ്മുടെ സ്വർഗത്തുകാട് പോവുക. മറ്റോ അങ്ങനെ നോക്കിക്കാട്ടുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ശൈഖ് വരെ ജീവിതത്തിൽ ഒരു കുത്തുബൈത്ത് നടത്തിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് മൊഹീദ്ദീൻ ശൈഖ് കുത്തുബൈത്തിലിട്ടില്ല, മൊഹീദ്ദീൻ ശൈഖ് ഹദ്ദാദിലിട്ടില്ല, മൊഹീദ്ദീൻ ശൈഖ് മൊഹീദ്ദീൻ മല പാടിയിട്ടില്ല, മൊഹീദ്ദീൻ ശൈഖ് സറഫ് അനാമ് മങ്കൂസും ചൊല്ലിയിട്ടില്ല. അപ്പൊ ഓലക്കാളും മേലക്ക് നമ്മളെത്തില്ല. അപ്പൊ ശരിക്കും നമ്മളല്ലേ സാറ്? ഓൽക്കൊന്നുമില്ലാത്ത കുറെ അമല നമുക്ക്. അപ്പൊ നമ്മൾ ഈ വലിയ ഊക്കിലൊക്കെ പാട്ടിങ്ങനെ ചെല്ലുമ്പോ ഈ കുത്തുബൈത്തും റാത്തീബും ഹദ്ദാദും ഒക്കെ പാടെ രേഖപ്പെടുത്തിയ രേഖയും കൂടെ നമ്മൾക്ക് മൊയ്തീൻ ശൈഖൊക്കെ നോക്കിക്കാം. എടാ എനിക്ക് ഇതൊക്കെ കിട്ടിയ അത് നിങ്ങൾ വിചാരിച്ച പാടുന്നല്ല. നിങ്ങളൊക്കെ പോയതിനു ശേഷം നമ്മളെന്തെല്ലാം ഉണ്ടാക്കി, നിങ്ങളെന്താ വിചാരിച്ചത്? ഇതാണോ പരലോകം? അങ്ങനത്തെ ഒരു പരലോകം ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പരലോകം കൊണ്ട് എന്ത് കാര്യം? ഓരോരുത്തരും ഓനെ സാമർത്ഥ്യത്തിൽ ഓൻ ഉണ്ടാക്കിയൊക്കെ പടെ ഓനെ കൂലിട്ടാണെങ്കിൽ പിന്നെ അള്ള എന്തിനാ പരലോകം വെച്ചത്? സാമർത്ഥ്യം കയ്യൂക്കൊക്കെ ഉള്ള ഓൻ കുറെ ഉണ്ടാക്കി വെച്ചു. ഓൻ അതൊക്കെ പാടെ പോയിട്ട് അതിന്റെ ഊക്കിൽ ഓൻ സ്വർഗത്ത് പോവുക. മറ്റും അങ്ങനെ മേപ്പെട്ട് നോക്കിക്കാം. ഒറ്റ കുത്തുബൈത്തുമില്ല, ഹദ്ദാദുമില്ല, റാത്തീബുമില്ല, ഒന്നുമില്ലാതെ ഓലിങ്ങനെ അന്തം വിട്ട് ഓലിങ്ങനെ നിൽക്കാതെ കുറച്ച് നിസ്കാരം നോക്കുമ്പോൾ സക്കാത്തോ അതന്നെ മുഴുവൻ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇവനും തന്നെ നിസ്കാരം നോക്കുമ്പോൾ ഒന്നും വല്ലാതില്ല. പക്ഷെ ഓൻ മറ്റീമിലാ പോണത്. കള്ളനോട്ടുമ്പോ കയറി പോവുക, കള്ളവോട്ടുമ്പോ ജയിച്ചു പോവുക. അത് ഉണ്ടാവില്ലല്ലോ സഹോദരന്മാരെ. അതല്ല ദീൻ, ഇത് സുന്നത്തമായിട്ടല്ല. അതിന് നമ്മൾ എന്തു ന്യായം പറഞ്ഞിട്ടു. അതിനാണ് മോലേമാരെ വായത് പറഞ്ഞത്. വേറെ എന്തിനാ? മോലേമാര് വന്ന് പ്രസംഗിച്ച ഓർക്ക് എന്താ സ്ഥാപിക്കാനുള്ളത്? ഇതൊക്കെ ദീനാണ്. അതല്ലേ? വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. ഏത് ദാരിമി എന്നാലും എന്ത് പൈസ എന്നാലും ഏത് സക്കാഫി എന്നാലും ഓർക്കൊക്കെ സ്ഥാപിക്കാനുള്ളത് എന്താ? ഈ പറയപ്പെട്ട സാധനങ്ങൾക്ക് ദീനാണ്, അത് നിങ്ങൾ ചൊല്ലിക്കോളി, അതിന് കൂലി കിട്ടും. ഇതല്ലേ പറയാനുള്ളത്? അതിന് കൂലി കിട്ടുമെങ്കിൽ സംഭവിക്കാൻ പോണ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിൽ നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒന്നും വേറെ ഇല്ല. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. അതല്ല നിങ്ങൾ അമേരിക്ക പോയാലും, അമേരിക്ക പോയേക്ക് അവിടെ പള്ളിക്ക് പോയാൽ സുബിക്ക് പള്ളി ചെന്നിട്ട് നിങ്ങൾ ചോദിക്കേണ്ടി വരുമോ? അല്ല ഇവിടെ സുബി എത്ര കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 ഇവിടെ എത്ര ചോദിക്കേണ്ടി വരുമോ? ഇല്ലല്ലോ. എന്തേ കാരണം? അത് നബി പഠിപ്പിച്ചതാണ്. അങ്ങനെ ലോകത്ത് എവിടെ പോലും ഒരു മാറ്റം ഉണ്ടാവില്ല.
സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്താണ്. അവിടെ പോയി ചോദിക്കണം, ഞങ്ങളുടെ നാട്ടിലൊക്കെ സുബഹിക്ക് മുമ്പുണ്ട്, ശേഷമില്ല, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരില്ല. അതിന് മാറ്റം ഉണ്ടാവില്ല. ലോകത്ത് എവിടെ ചെന്നാലും ദീനിന് ഉള്ള ഒന്നിനും മാറ്റം ഉണ്ടാവില്ല. ദീന് ഇല്ലാത്ത ഒന്ന് തിരിച്ചറിയാതെ എളുപ്പവഴിയോ ലോകത്ത് വ്യത്യസ്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വ്യത്യസ്ത കോലത്തിലാണ്. അതാ മാറ്റം. നാട് മാറുമ്പോ, ദേശം മാറുമ്പോ, സമയം മാറുമ്പോ, കാലം മാറുമ്പോ കോലം മാറും. അതാണ് പിൽക്കാലത്ത് വന്നത് തിരിച്ചറിയാൻ എളുപ്പവഴി. ഒറിജിനൽ ആണെങ്കിലോ എവിടെ ചെന്നാലും ഒരേപോലെ, അതിനൊട്ട് പരസ്യം വേണ്ടി വരില്ല. ഒറിജിനലിന് പരസ്യം വേണ്ട, വ്യാജന പരസ്യം വേണ്ടത്. ഒറിജിനലിന് ആരും പരസ്യം കൊടുക്കില്ലല്ലോ, അത് മനുഷ്യന്മാർ ഏറ്റെടുത്ത് ചെയ്തോളും. വ്യാജന ഇറങ്ങുമ്പോ പരസ്യം വേണ്ടി വരും. ചില പള്ളിക്ക് കാണാം തിങ്കളാഴ്ച സ്വലാത്ത്, എന്നാ തിങ്കളാഴ്ച നിസ്കാരം ഇരിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അതിന് പരസ്യം വേണ്ട, അത് ഒറിജിനലാണ്. ഇന്ന് നിസ്കാരം ഉണ്ടാകുന്ന ഏതെങ്കിലും പള്ളിക്ക് ഇരിക്കലുണ്ടോ? ഈ റമദാൻ മാസം ഇവിടെ നോമ്പ് വയ്ക്കാൻ സൗകര്യം ഉണ്ടാകുന്ന ഇരിക്കലുണ്ടോ? ഇല്ല. അത് ഒറിജിനലാണ്, പരസ്യം വേണ്ട. വ്യാജനം ഉണ്ടാകുമ്പോ പരസ്യം ഉണ്ടാകും. അപ്പൊ കാണാം തിങ്കളാഴ്ച സ്വലാത്ത്, വ്യാഴാഴ്ച സ്വലാത്ത്, മജ്‌ലിസുന്നൂറ്, ബുർദാസ്വാദന, അതൊക്കെ ബുർദന. ഒരു ബുർദയില്ല. ഈ കണ്ട ബുർദൊക്കെ ബുർദനെ കൂട്ടരെ, അങ്ങനത്തെ ഏർപ്പാടനല്ല. ഇതൊക്കെ ഓരോ കാലത്ത് ആരെങ്കിലും പാട്ട് പാടി ഓല് പാടിക്കോട്ടെ, അതിന്റെ ബാക്കി ഓലായിക്കോട്ടെ ചോദിച്ചാൽ പോലെ. ഇനി ഒരാൾ ബുർദല്ലേ, അയാൾ സ്വപ്നം കണ്ടേക്ക് പുതപ്പിട്ടി ആയിക്കോട്ടെ, അത് അയാളും പഠിച്ചോണേ ആയിക്കോട്ടെ, നമ്മളെന്തിനാ പാടി